ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയ നോക്കിയാലോ? നല്ലൊരു എസ്തെറ്റിക് വൈബ് തന്നെ കാർഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല കേട്ടോ, വേറെ ഏതൊരു ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സിംഗിൾസ് സ്കിപ്പ് ഒന്നും ചെയ്യണ്ട. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം നമ്മളൊരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഞാനിവിടെ ഡ്രോയിങ് ഷീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, A4 സൈസിൽ. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 2 പീസ് ഓഫ് ബ്രൗൺ കളർ പേപ്പർ എടുക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പർ കവറില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് ബൊക്കേന്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ബോ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവർ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഫ്ലവർ ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ഫ്ലവർ ആണ് കേട്ടോ. അതിന് നമ്മളൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് സ്പൈറൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചുരുട്ടിയിട്ട് ഒന്ന് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടി. ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ട് ഈ ബൊക്കേൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഗ്യാപ്പൊക്കെ ചെറിയ ചെറിയ ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കാം. അതിന് പ്രിന്റഡ് പേപ്പർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ ജസ്റ്റ് നോർമൽ പേപ്പറിൽ ഒന്ന് വരച്ചെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാം. എൻവലപ്പിന്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെറ്ററിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെറുതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അതൊന്ന് നമ്മുടെ കാർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ആവാം. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഫോർ യു എന്ന് കൊടുക്കുന്നുണ്ട്, വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. ഇനി വേറെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ബർത്ത്ഡേ എന്ന് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് ഒക്കെ ഞാൻ കാലിഗ്രഫി സ്റ്റൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കാലിഗ്രഫി ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ ചെയ്യാം. എൻവലപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു കാർഡും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ലെറ്ററോ കാർഡോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.